എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഏതായാലും നോവലിനേക്കാളും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടാട്ടോ കഥ പോകുന്നത്. നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ ടോണിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുവാണ് ഷെറിൻ പറയുന്നുണ്ട്, എന്നെ ഇട്ടിട്ട് പോകരുത് കേട്ടോ, കൂടെ കൊണ്ടുപോകണം കേട്ടോ, ടോണിച്ചനില്ലാതെ എനിക്ക് പറ്റിയല്ല, എന്നെ കൂടെ കൊണ്ടുപോകണം, ഇട്ടിട്ട് പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചിങ്ങനെ കരയുവാണ്. കുറേ നേരം കഴിയുമ്പോൾ ടോണിക്ക് ആകെ വിഷമാവുന്നുണ്ട്. ഒന്ന് ചേർത്ത് പിടിക്കണമെന്നുണ്ട്. 2-3 പ്രാവശ്യം കൈ ഒന്ന് പൊക്കും, എന്നിട്ട് പിന്നെയും താത്തിയിടും. അങ്ങനെ നിൽക്കുവാണ്. പിന്നെയും ഷെറിൻ്റെ സങ്കടം കാണുമ്പം ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നിട്ട് അത് കാണുമ്പോൾ ഒരു ആശ്വാസമാണ് ഹാൻസിക്കും. ഹാൻസി ഇത് കണ്ടിട്ട് ഒരു ചെറു പുഞ്ചിരിയുടെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ഏതായാലും കുറേ നേരം അങ്ങനെ നിന്ന് കഴിയുമ്പോഴേക്കും ടോണിയുടെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുന്നുണ്ട്. ടോണി കണ്ണൊക്കെ തുടച്ച് അവിടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഈ സമയം പുറത്ത് ഭയങ്കര പിരിവിരിപ്പാണ് രേവതിക്ക്. ഇതെന്നെ ടോണിച്ചായൻ ഇങ്ങോട്ട് ഇറങ്ങി വരാത്തത്, നമുക്ക് അങ്ങോട്ട് കയറി ചെന്നാലോ എന്ന് ചോദിക്കുമ്പം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, ഇതേ നമ്മുടെ വീടല്ല, നമുക്ക് പരിചയമില്ലാത്ത വീടാണ്, അതുകൊണ്ട് മര്യാദയ്ക്ക് വിടിയിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത വീടോ, നമ്മൾ ഇതിനു മുമ്പ് വന്നിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കും രേവതി. അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, ഇടയ്ക്ക് നിൻ്റെ സംസാരം കേൾക്കുമ്പോൾ ഈ ലോകത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള പെൺകുട്ടി നീയാണെന്ന് തോന്നും. ചില സമയത്തെ സംസാരം കേൾക്കുമ്പോൾ ഇതുപോലത്തെ ഒരു പൊട്ടിപ്പെണ്ണ് വേറെയില്ല എന്ന് പറഞ്ഞാൽ തലക്കിട്ടൊരു തട്ട് വെച്ച് കൊടുക്കുവേ. അന്നേരം ഇനിയിപ്പോൾ ടോണിച്ചൻ വന്ന് വിളിക്കാതെ ഈ കാറിൽ നിന്ന് ഇറങ്ങരുത്, അത്രയല്ലേ ഉള്ളൂ, ഞാൻ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞ് മോഹം വെറുപ്പിച്ചിരിക്കുകയാണ്. ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു വണ്ടി വരുന്നത്. ആ വണ്ടിയിൽ നിന്നും ആൽബിച്ചനും അതുപോലെ ഷെറിൻ്റെ അച്ഛനും ഇറങ്ങുന്നുണ്ട്. അച്ഛനൊക്കെ നല്ല സൂപ്പർ കഥാപാത്രം കേട്ടോ, ശരിക്കും അതുമായിട്ട് നല്ല സിങ്ക് ആകുന്ന ഒരാൾ. ഇറങ്ങി നിന്നിട്ട് ഇച്ചിരി ഗൗരവത്തോടെ ഇവരുടെ വണ്ടിയിലേക്ക് ഇങ്ങനെ നോക്കുവാണ്. ഗ്ലാസ് കയറ്റിയിട്ട് വെക്കുന്നുണ്ട്, കറക്റ്റ് മുഖം അങ്ങ് ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ട് ഷെറിൻ്റെ അപ്പച്ചൻ ചോദിക്കുന്നുണ്ട് ആൽബിച്ചനോട്, ആരാടാ ആ വണ്ടിയിൽ, കറക്റ്റ് കാണാൻ മേലല്ലോ, ആരുടെ വണ്ടിയാണ് അത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരാണെന്ന് അറിയത്തില്ല അച്ചച്ച, ശരിക്കും കാണത്തില്ല, മിക്കവാറും ടോണി വന്ന വണ്ടിയായിരിക്കും എന്ന് പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അങ്ങോട്ടേക്ക് റോബിച്ചൻ ഇറങ്ങി വരും. എന്നിട്ട് നിങ്ങളിവിടെ എന്നെ എടുത്തുകൊണ്ടിരിക്കുമോ, അകത്തോട്ട് കയറി വാ, ആ ടോണി അവിടെ ഇരിപ്പുണ്ട് എന്ന് പറയുമ്പം ആരാടാ അത് എന്ന് ചോദിക്കും. അന്നേരം അതൊക്കെ പറയാം, കയറി വാ എന്ന് പറയും. അങ്ങനെ അവർ അകത്തേക്ക് കയറി പോവുകയാണ്. അകത്ത് ചെല്ലുമ്പം അവിടെ ഇത്തിരി കട്ടക്കലിപ്പിൽ ഫ്രണ്ടിലെ ഹാളിൽ തന്നെ ടോണി ഇരിപ്പുണ്ട്. അന്നേരം കയറി വരുന്ന അച്ചാച്ചൻ റോബിച്ചനോട് ചോദിക്കും, ആരോട് ചോദിച്ചിട്ടാടാ ഇവനെ അകത്ത് കയറ്റിയത്, ഇവൻ ആരോടെങ്കിലും അനുവാദം മേടിച്ചിട്ടാണോ അകത്ത് കയറിയത് എന്ന് ചോദിക്കുമ്പം ആരോടും അനുവാദം ചോദിച്ചില്ല എന്ന് ടോണി പറയും. അന്നേരം മോനോടുള്ള ചോദ്യം ഞാൻ പിന്നെ ചോദിക്കാം, ഇവൻ പറയട്ടെ, നീ പറഞ്ഞിട്ടാണ് ഇവൻ അകത്ത് കയറിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അകത്ത് കയറിക്കോളാം പറഞ്ഞായിരുന്നു എന്ന് റോബിച്ചൻ പറയും. എന്നാൽ പിന്നെ എന്താ വേണ്ടേ, ഇനി മോൻ എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കും. അതൊക്കെ ഒരു ആക്കിയ രീതിയിലാട്ടോ സംസാരിക്കുന്നത്, സ്നേഹത്തോടെ സംസാരിക്കുന്നതല്ല. അന്നേരം ടോണി പറയുന്നുണ്ട്, എനിക്ക് 2 കാര്യങ്ങളാണ് അറിയേണ്ടത്, അത് ഞാൻ റോബിച്ചനോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ എൻ്റെ ഡിമാൻഡ് ഷെറിനെ കാണണം എന്നതായിരുന്നു. രണ്ടാമത്തെ, എനിക്ക് ഷെറിൻ്റെ കുഞ്ഞ് എവിടെയാണ് എന്ന് അറിയണം എന്ന് പറയുക. അന്നേരം ഷെറിൻ്റെ അച്ചാച്ചൻ പറയുന്നുണ്ട്, അത് ഒരിക്കലും നീ അറിയല, നിൻ്റെ മരണം വരെ നീ അത് അറിയാൻ പോകുന്നില്ല എന്ന് പറയുമ്പം അത് അങ്ങനെ പറഞ്ഞാൽ ശരിയാകിയല്ലോ, എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ, ഷെറിൻ്റെ കുട്ടി എവിടെയാണ് എന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുമ്പം ആൽബിച്ചും പറയുന്നുണ്ട്, നിനക്ക് വിവാഹം കഴിച്ച് തന്നത് ഷെറിനെ മാത്രമാണ്, അല്ലാതെ ഷെറിൻ്റെ കുട്ടിയെ തന്നില്ലായിരുന്നു എന്ന് പറയുമ്പം അയ്യോ, തരാതിരുന്ന എന്താ, ഗിഫ്റ്റായിട്ട് തരാൻ മേലായിരുന്നോ, സാധാരണ പുതുച്ചെറുക്കിന് കാറും ജീപ്പും ഒക്കെയാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്, നിങ്ങളിവിടെ തന്നത് ഒരു കൊച്ചിനെ ആണെന്ന് മാത്രമേ ഉള്ളൂ, അതിനെ എൻ്റെ കയ്യിലോട്ട് കിട്ടിയില്ല, അങ്ങനെ തരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, മകൾക്ക് പ്രസവിക്കാനും കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനും ഒക്കെയുള്ള കഴിവുണ്ട് എന്ന് തെളിയിക്കുകയും ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പം വീട്ടിൽ കയറി വന്ന് തോന്നിയാസം പറയരുത് എന്ന് ആൽബിച്ചും പറയും. അന്നേരം ടോണി തിരിച്ചു ചോദിക്കും, അതെന്താ നിങ്ങൾക്ക് ചെയ്യാം, ഞാനത് വിളിച്ചു പറഞ്ഞാലാണോ പ്രശ്നം എന്ന് ചോദിക്കുമ്പം നീ കൂടുതൽ സംസാരിക്കുമൊന്നും വേണ്ട, ഇവിടുന്ന് അവളെ വിവാഹം കഴിപ്പിച്ച് കൊണ്ടുപോയിട്ട് നീ ഒരു സമയത്ത് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവിട്ടില്ലേ, ഇപ്പോൾ 1 വർഷമായി അവളെ ഇവിടെ കൊണ്ട് തള്ളിയിട്ട് പോയിട്ട്, എന്നിട്ട് നീ നിന്ന് ന്യായം പറയുന്നോ എന്ന് ചോദിക്കും. അന്നേരം ടോണി ചോദിക്കും, പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു, എൻ്റെ ഭാര്യ വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞിന് ജന്മം നൽകി എന്നറിഞ്ഞിട്ടും അവളെ എൻ്റെ കൂടെ സ്നേഹിച്ച് ചേർത്ത് നിർത്തണമായിരുന്നോ, അതായിരുന്നോ ഞാൻ വേണ്ടത് എന്ന് ചോദിക്കുമ്പം അവർക്ക് അതിന് മറുപടി കൊടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ആകെ വിഷമിച്ച് നിൽക്കുവാണ്. അന്നേരം ടോണി പറയുന്നുണ്ട്, എനിക്ക് ഷെറിൻ്റെ കുട്ടി എവിടെയാണ് എന്ന് അറിഞ്ഞേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കോർട്ടിൽ കേസ് ഫയൽ ചെയ്യും, നിങ്ങൾക്ക് കോർട്ടിൽ കുഞ്ഞിനെ കൊണ്ട് ഹാജരാക്കേണ്ടതായി വരും എന്ന് പറയുവാണ്. അന്നേരം ദേഷ്യത്തോടെ ആൽബിച്ചൻ പറയുന്നുണ്ട്, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ നീ അടി മേടിക്കും എന്ന് പറയുന്നു. അന്നേരം ടോണി പറയുന്നുണ്ട്, ഒന്നും സംഭവിക്കില്ല, ഞാൻ SP ഓഫീസിൽ കയറി ഒരു പരാതി എഴുതി കൊടുത്തിട്ടാണ് വന്നത്, എൻ്റെ ദേഹത്ത് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാർ ഇവിടെ വന്ന് എല്ലാത്തിനെയും തൂക്കിയെടുത്തുകൊണ്ട് പോകും, അവിടെയും തീരില്ല, എൻ്റെ ഭാര്യ വിവാഹത്തിന് മുമ്പ് പ്രസവിച്ച കുട്ടിയെ കണ്ടുകിട്ടണം എന്ന് പറഞ്ഞ് ഞാനൊരു കേസും കൂടി ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മീഡിയാസ് മൊത്തം അറിയും, അതുപോലെ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചേക്കുന്ന കാര്യം നാട്ടുകാരും വീട്ടുകാരും
വീട്ടുകാരും എല്ലാവരും അറിയും. അങ്ങനെ ഒരു നാണക്കേടിൻ്റെ ആവശ്യം നിങ്ങൾക്കുണ്ടോ? ഇല്ല എങ്കിൽ എനിക്ക് അറിയണമെന്ന് പറയുന്നു. പക്ഷെ പറയില്ല എന്നവർ പറയുമ്പം ടോണി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആ കുഞ്ഞിനെ എന്താ ചെയ്തേ? കൊന്നോ അതോ പൈസയ്ക്ക് ആർക്കെങ്കിലും വിറ്റോ എന്നൊക്കെ ചോദിക്കുമ്പോഴും നീ അത് അറിയേണ്ട കാര്യമില്ല, നീ വിവാഹം കഴിച്ച പെൺകുട്ടിയുടെ കാര്യം മാത്രം നീ അറിഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുവാണ്. അന്നേരം ടോണി പറയുന്നുണ്ട്, നിങ്ങൾ ആ കുഞ്ഞിനെ കൊന്ന ചതുപ്പി താത്തി എന്ന് പറഞ്ഞ് ഞാനൊരു കേസ് കൊടുക്കും, ഇത് ഏത് വഴിക്ക് കൊണ്ടുപോകണം എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, കുഞ്ഞിനെ പറ്റി അറിയാൻ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുകയില്ല, നിങ്ങൾ വെറുതെ എന്നെ പേടിപ്പിക്കാനും നോക്കണ്ട എന്ന് തന്നെ പറയുന്നു. ലാസ്റ്റ് ഭയങ്കര മുടയാണ് ടോണി ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ ഇവിടുന്ന് പോകുള്ളൂ എന്ന് അറിയുമ്പോൾ അച്ഛൻ 2 മക്കളെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോരും. എന്നിട്ട് അവരോട് ചോദിക്കുവാണ്, ഇവനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കണം, ഇപ്പോൾ അവൻ ഇത്തിരി ദേഷ്യത്തിലാണ്, നമ്മൾ കയറി മുട്ടാൻ പോയാൽ ശരിയാകുകയില്ല എന്ന് പറയുന്നു. അന്നേരം ആൽബിച്ചും പറയുവാണ്, കുഞ്ഞിനെ നമ്മൾ ഓർഫനേജിൽ കൊണ്ട് ആക്കിയിരുന്നു എന്നും അവിടുന്ന് ഓരോ ജർമ്മൻ ദമ്പതികൾ ആ കുട്ടിയെ ദത്തെടുത്തു എന്നും നമുക്ക് പറയാം എന്ന് പറയും. അന്നേരം അത് എവിടെയാണ്, ഏത് ഓർഫനേജാണെന്ന് ചോദിച്ചാൽ എന്ത് പറയുമെന്ന് ചോദിക്കുമ്പം പാലാരിവട്ടത്തെ ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിൽ നിന്നാണ് കുട്ടിയെ ദത്തെടുത്തത് എന്ന് പറയാമെന്ന് പറയുന്നു. എന്നാൽ അങ്ങനെ പറയാം എന്ന് പറഞ്ഞാൽ അവരകത്തേക്ക് കയറി വരുവാണ്. എന്നിട്ട് ആൽബിച്ചും പറയും, ടോണി നീ ഇപ്പോൾ പോകും, നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന്. അന്നേരം എനിക്ക് പിന്നെ സംസാരിച്ചാൽ പോരാ, കുഞ്ഞിൻ്റെ കാര്യം അറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്ന് ടോണി പറയും. അന്നേരം ആൽബിച്ചും പറയും, ഈ കാര്യം പറയുവാണ്, കുഞ്ഞിനെ ഒരു ജർമ്മൻ ദമ്പതികളെ ദത്തെടുത്തു, അവർക്ക് കുട്ടികളില്ലാത്തത് കൊണ്ടാണ് ദത്തെടുത്തുകൊണ്ട് പോയത് എന്ന് പറയും. അതേത് ഓർഫനേജിൽ നിന്നാണ് ദത്തെടുത്തുകൊണ്ട് പോയത് എന്ന് ചോദിക്കുമ്പോൾ ഈ ഓർഫനേജിൻ്റെ പേരും പറയും കേട്ടോ. അന്നേരം ടോണി പറയുന്നുണ്ട്, ഞാൻ അന്വേഷിച്ചു പോകും, ഇത് കള്ളത്തരമാണ് എന്നങ്ങനെ തെളിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിൽ കാണുന്നത് കോടതിയിൽ വെച്ചായിരിക്കും, അന്ന് നിങ്ങൾക്ക് ഇതിനെല്ലാം ഉത്തരവ് എനിക്ക് തരേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോകാൻ തുടങ്ങുമ്പം ആൽബിച്ചും പറയുക, എടാ നിനക്കെതിരെ ഞങ്ങളൊരു കേസ് കൊടുക്കാൻ പോകുന്നുണ്ട്, നീ ഇവിടുന്ന് സ്വബോധമുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഗൾഫിലേക്ക് കൊണ്ടുപോയി 1.5 വർഷത്തിന് ശേഷം അവളെ ഭ്രാന്തിയാക്കി ഇവിടെ കൊണ്ട് തള്ളി, ആ പേരിൽ ഞാനൊരു കേസ് കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പം ടോണിച്ചൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നാണമില്ലേ? കുറച്ചെങ്കിലും നാണോ മാനോ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ സംസാരിക്കുമോ? കാണ്ടാമൃഗത്തിന് കാണിയല്ലോ ഇത്രയും തൊലിക്കെട്ടി, കല്യാണത്തിന് മുമ്പ് പ്രസവിച്ച ഒരു പെങ്ങളെ എൻ്റെ തല കെട്ടിവെച്ചതും പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നെങ്കിൽ സമ്മതിക്കണം കേട്ടോ, ഏതായാലും നിങ്ങൾ കോടതിയിലേക്ക് പോകും, അതിൻ്റെ ബാക്കി എനിക്ക് നോക്കാൻ അറിയാം എന്ന് പറഞ്ഞിട്ട് ടോണി അവിടുന്ന് ഇറങ്ങിപ്പോയിരുന്നു. ആകെ വിഷമിച്ച് നിൽക്കുവാണ് 3 പേരുവേ. ഏതായാലും ടോണി വണ്ടിയിലേക്ക് വന്ന് കയറി കഴിയുമ്പോഴത്തേക്കും എന്തായി കാര്യങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അവർ കുഞ്ഞിൻ്റെ കാര്യമൊന്നും വിട്ട് പറയത്തില്ലെന്നേ, അതുകൊണ്ട് ഒന്നും അറിയാൻ സാധിച്ചില്ല, അവരുടെ സഹായം ഇല്ലെങ്കിലും ഞാൻ കുഞ്ഞിനെ കണ്ടെത്തിക്കോളാം എന്ന് ടോണി പറയുന്നു. അന്നേരം അവർക്കാകെ വിഷമാകും. അതിൻ്റെ കൂടെ ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട്, ഷെറിനെ കണ്ടായിരുന്നോ, അവൾ എങ്ങനെയുണ്ട് എന്ന്. അന്നേരം അവളെ കണ്ടു, അവൾക്ക് എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി, പക്ഷേ എന്ത് ചെയ്യാം, കാര്യങ്ങൾ ഈ രീതിയിലല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം രേവതിക്കുട്ടി ചോദിക്കും, ശരിക്കും ഷെറിൻ ചേച്ചിയെ ടോണിച്ചൻ സ്നേഹിക്കുന്നില്ലേ ഇപ്പോൾ എന്ന്. അന്നേരം അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ പറ്റില്ല, ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തലയ്ക്ക് ഭ്രാന്തെടുക്കുമെന്ന് പറയുന്നു. എന്നിട്ട് ടോണിച്ചൻ പറയുന്നുണ്ട്, അവർക്ക് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇഷ്ടപ്പെട്ടില്ല, അവരുടെ പെങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവിട്ടതും ഇഷ്ടപ്പെട്ടിട്ടില്ല, അതിൻ്റെ ദേഷ്യമൊക്കെയാണ് അവരെന്നോട് തീർത്തത്. ഞാൻ തിരിച്ചും ചോദിച്ചു, വിവാഹത്തിന് മുമ്പ് പ്രസവിച്ച ഒരു പെൺകുട്ടിയെ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു, എൻ്റെ ഭാര്യയായിട്ട് സ്നേഹിക്കണമായിരുന്നു എന്ന് അവരോട് ചോദിക്കുകയും ചെയ്തു എന്ന് പറയുമ്പം മാമിച്ചാൻ ചോദിക്കും, അന്നേരം അവരെന്താ മറുപടി പറഞ്ഞത് എന്ന്. അതിന് അവർക്ക് പറയാൻ മറുപടികളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ഏതായാലും നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവരവിടുന്ന് പോരുവാണ്. അന്നേരം അതിൻ്റെ ഇടയ്ക്കൂടെ രേവതിക്കുട്ടി ഒരു ഡയലോഗും വിടും, വെറുതെ പെട്രോൾ അടിച്ച് ഇവിടെ വരുന്നു, ഒരു പ്രയോജനം ഉണ്ടായില്ലല്ലോ എന്ന്. നോക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോരുന്നു. ഈ സമയം ടോണി പോയത് അറിയാതെ ടോണിയുടെ കൂടെ പോകാൻ വേണ്ടി റെഡിയാകുമായിരുന്നു ഷെറിൻ. ബാഗൊക്കെ പാക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കും. അതുകൂടാതെ 2 കുട്ടിയുടുപ്പ്, പെൺകുട്ടികൾ ഇടുന്ന 2 കുട്ടിയുടുപ്പുണ്ട്, അത് ആരും കാണാതെ ഡ്രസ്സിൻ്റെ ഇടയ്ക്ക് കയറ്റി വയ്ക്കുവാണ്. എന്നിട്ട് ആരും കാണണ്ട കേട്ടോ, ഇവിടെ ഇരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരി ആയതിനു ശേഷം കണ്ണാടിയിലൊക്കെ നോക്കി ഒന്ന് സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് ഒക്കെ വരുത്തി ബാഗൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് വാതിൽ പൂട്ടിയിട്ടേക്കെന്ന് അറിയുന്നത്. അന്നേരം ആൻസി ചേച്ചി വാതിൽ തുറക്കുക എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു. വാതിൽ തുറന്ന് കഴിയുമ്പോഴത്തേക്കും ഇതെന്തിനാണ് പൂട്ടിയിട്ടത് എന്ന് ചോദിക്കും. അന്നേരം പൂട്ടിയിട്ടതൊന്നുമല്ല, നീ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കും. അന്നേരം ഞാൻ ടോണിച്ചായൻ്റെ കൂടെ പോകാമെന്നേ, ടോണിച്ചായൻ എന്നെ കൂട്ടിക്കൊണ്ട് പോകാനാണ് വന്നത്, എന്നെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറയുകയും ചെയ്തു, അതുകൊണ്ട് ഞാൻ ടോണിച്ചായൻ്റെ കൂടെ പോവുക എന്ന് പറയുമ്പോൾ നീ ഇതെന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്, ടോണി പോയി എന്ന് പറയും. എന്നിട്ട് ടോണിച്ചായൻ പോയോ, എന്നെ വിളിക്കാണ്ട് പോയോ എന്ന് ചോദിക്കുമ്പോൾ നിന്നെ കുറേ വിളിച്ചായിരുന്നു, നീ കേട്ടില്ല, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ പിന്നെ ആൻസി ചേച്ചി വെറുതെ നുണ പറയല്ലേ, എന്നെ കൂടാതെ ടോണിച്ചൻ പോവുകയല്ലോ, ഞാൻ ടോണിച്ചൻ്റെ കൂടെ പൊക്കോളാം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങുവാണ്. അപ്പോഴത്തേക്കും ആൻസി നീ എവിടെ പോകും, അവിടെ
നിൽക്ക് എന്ന് പറഞ്ഞ് കയ്യെ കയറി പിടിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവിലിയാകുമ്പോഴേക്കും ആങ്ങളമാരും അച്ഛനൂടെ അങ്ങോട്ട് വരും. എന്നിട്ട് ചോദിക്കും എന്താ ഇവിടെ ഒരു പ്രശ്നം എന്ന് ചോദിക്കുവാണ്. അന്നേരം എനിക്ക് ടോണിച്ചേൻ്റെ കൂടെ പോകണം എന്ന് പറയുക. അന്നേരം കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടായവൾ മര്യാദയ്ക്ക് അകത്ത് കയറി പോക്കണം, അവൻ്റെ പാട് നോക്കി പോയി എന്ന് പറയും. അന്നേരം ടോണിച്ചും പോയോ എനിക്കും പോകണം എന്ന് പറയുമ്പം നിന്നോടാ പറഞ്ഞതാ മര്യാദയ്ക്ക് പരിക്കകത്ത് കയറി ഇരിക്കടി എന്ന് അപ്പച്ചനും പറയും കേട്ടോ. നേരത്തെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാവും ഷെറിൻ ഇങ്ങനെ വിഷമിച്ച് ആൽബിച്ചൻ്റെ മുഖത്തേക്ക് നോക്കുവാണ്. അന്നേരം ആൽബിച്ചനകത്തേക്ക് എന്നിങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കും. ഇത്തിരി സഹാനുഭൂതിയോടുകൂടി പെരുമാറുന്ന ആൽബിച്ചനുള്ളെന്ന് തോന്നും. ഏതായാലും ആകെ വിഷമിച്ച് അകത്തേക്ക് കയറി പോരുവാണ് ഷെറിൻ. എന്നിട്ട് റൂമിലിരുന്ന് ഒത്തിരി കരയുന്നുണ്ട് ഷെറിനെ. എന്നെ കൂട്ടിക്കൊണ്ട് പോയില്ലല്ലോ ടോണിച്ച, എന്നെ ഇട്ടിട്ട് പോയില്ലേ എന്നൊക്കെ ചോദിച്ച്. പിന്നെ നമ്മുടെ വൈജയന്തി കാണിക്കുന്നുണ്ട്. വൈജയന്തി റൂമിലിരിക്കുന്ന സമയത്ത് റൂമിലേക്ക് രോഹിത് വരും. എന്നിട്ട് അമ്മ ഫ്രീ ആണോ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാടാ എന്ന് ചോദിക്കും. നമുക്കിവിടെ ഒരു ചാനൽ ചർച്ച വെച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണോ, എങ്കിൽ നീ പോയി ക്യാമറമാനെയും ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് പോകാം, നമുക്ക് ചർച്ച നടത്താൻ വേണ്ട തിരിച്ചും വൈജയന്തി പറയും. അന്നേരം അങ്ങനെയാണോ, എങ്കിലെല്ലാം റെഡിയാ, ദേ നിങ്ങളങ്ങ് കയറി പോരേ എന്ന് പറയുന്നു. അന്നേരം ആദ്യം കൃഷ്ണയും ബബിതയും കൂടെ റൂമിലേക്ക് കയറി വരും. അന്നേരം എന്തിനാ എല്ലാവരോടും ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ എന്തിനാ അവളെ ഒഴിവാക്കിയത്, അലീനയും കൂടെ കൂട്ടാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അലീന ചേച്ചിയും വിളിക്കാം, അലീന ചേച്ചി ഇങ്ങോട്ട് കയറി പോരെ എന്ന് രോഹിത് പറയുന്നു. അന്നേരം അലീനയും കൂടെ കയറി വരുവാണ്. നല്ല ദേഷ്യം വരുന്നുണ്ട് വൈജയന്തിക്ക്. അന്നേരം വൈജയന്തി എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിക്കും. അന്നേരം ബബിത പറയുന്നുണ്ട് അമ്മേ നമുക്ക് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണണ്ടേ എന്ന്. അന്നേരം പരിഹാരം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് വൈജയന്തി പറയുമ്പം രോഹിത് പറയുവാണ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞു തീർക്ക്, തല്ലി തീർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യേ. അമ്മയുടെ തല്ലുകൊള്ളാൻ അലീന ചേച്ചിക്ക് ഒരു മടിയുമില്ല, അമ്മയുടെ നാക്കുകൊണ്ടുള്ള പ്രയോഗത്തേക്കാൾ ഭേദം അതായിരിക്കും എന്ന് പറയുമ്പം രോഹിത്തെ എന്നെ കളിയാക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. അന്നേരം ബബിത പറയുന്നുണ്ട് അമ്മേ നമ്മൾ വേറൊരാളുടെ വീട്ടിലാണ് വലിഞ്ഞു കയറി താമസിക്കുന്നത്, അവർക്ക് നമ്മൾ ശല്യമാണ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇനി ഇവിടുന്ന് ഇറങ്ങിപ്പോ ശവങ്ങളെ എന്ന് പറയാൻ കൂടിയേ മിച്ചുള്ളൂ. ആ സ്ഥിതിക്ക് നമുക്ക് തിരിച്ചു പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പം അതെ ഇത് എൻ്റെ വീടാണ്, എനിക്കിവിടെ താമസിക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല, എന്നോട് ഇറങ്ങിപ്പോകാൻ ആരും പറയുകയില്ല എന്ന് പറയുമ്പം കൃഷ്ണമോള് പറയുന്നുണ്ട് 2-3 ദിവസം കൂടെ കഴിയട്ടെ, കമലാൻറ്റി അത് മുഖത്ത് നോക്കി പറയുമ്പോൾ അമ്മ പഠിച്ചോളും എന്ന്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് അങ്ങനെ പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ മറുപടി പറയാൻ എനിക്കറിയാമെന്ന്. അന്നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന അലീന അതെ ഞാൻ ആ വീട്ടിൽ കൂടിപ്പോയാൽ 4-5 ദിവസം കൂടിയേ കാണുകയുള്ളൂ, ഞാൻ അവിടുന്ന് പോയിക്കോളാം, അങ്ങോട്ട് തിരിച്ചു വരണമെന്ന് പറയുമ്പം നിന്നെ എനിക്ക് നല്ല വിശ്വാസമാണ്, നീ പറയുന്നതൊന്നുമല്ല നീ ചെയ്യുന്നത്, ഇതേ കാര്യം നീ ഒരു ഡസൻ തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിന്നെ എനിക്ക് വിശ്വാസമില്ല എന്ന് പറയുമ്പം ആകെ വിഷമിച്ച് നിൽക്കുന്ന അലീനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ തീരുന്നു. നാളത്തെ നല്ല അടിപൊളി എപ്പിസോഡാണ്. ഇവരെല്ലാവരും തിരിച്ചു പോരുവാണ്. മനുവിനോടൊക്കെ ചർച്ച നടത്തിയിട്ടാണ് അവർ തിരിച്ചു പോരുന്നത്. അന്നേരം ബബിത പറയുവാണ് ഒന്നെങ്കിൽ അലീന ചേച്ചി അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും ഒരാളെ വീട്ടിൽ കാണുള്ളൂ എന്ന്. വണ്ടി കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അലീന പറയുവാണ് അപ്പം ഞാൻ പോകണമല്ലേ, ഞാൻ പോയേക്കാം എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര വിഷമാവുന്നുണ്ട് കേട്ടോ 3 പേർക്കും. അവരിങ്ങനെ സങ്കടപ്പെട്ട് നോക്കുന്നുണ്ട്. ഏതായാലും അവർ തിരിച്ച് വീട്ടിലോട്ട് വരുന്നു. വന്നു കഴിയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്തായി എന്ന്. അന്നേരം വൈജയന്തി വരില്ല എന്ന് പറയുമ്പോൾ വന്നില്ലേ വരണ്ട, ഇവിടെ ബാക്കിയുള്ളവർക്ക് സമാധാനം ഉണ്ടല്ലോ എന്ന് പറയുമ്പം അലീന പറയുവാണ് ആ സമാധാനത്തിന് ഒരുപാട് ആയുസൊന്നും കാണില്ല എന്ന്. എന്നിട്ട് അലീനകത്തേക്ക് കയറി പോയി കഴിയുമ്പോഴത്തേക്കും ബബിത പറയുന്നുണ്ട് ഇവിടുന്ന് പോകും എന്ന ഉറച്ച തീരുമാനത്തിലാണ് അലീന ചേച്ചിന്ന്. അത് കേൾക്കുമ്പം ബാലേന്ദ്രൻ ആകെ വിഷമാവുന്നുണ്ട്. അത് കഴിഞ്ഞാണ് നമ്മളെല്ലാവരും ആഗ്രഹിച്ച കാര്യം, രോഹിത് അലീനയോട് വന്ന് ചോദിക്കുന്നുണ്ട് ചേച്ചിയുടെ യഥാർത്ഥ അച്ഛൻ ആരാ, ഇവിടുത്തെ അച്ഛനല്ല ചേച്ചിയുടെ അച്ഛൻ എന്ന് പള്ളിയിലെ അച്ഛനോട് പറഞ്ഞല്ലോ അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയുമ്പം അലീന പറയുവാണ് നീ ഒരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ അച്ഛനല്ല ബാലേന്ദ്രമേനോൻ, പിന്നെ നിനക്കറിയേണ്ടത് നമ്മൾ തമ്മിൽ രക്തബന്ധമുണ്ടോ എന്നല്ലേ. എന്നാൽ ഞാനത് പറയാം, നമ്മൾ തമ്മിൽ രക്തബന്ധം ഉണ്ട് എന്ന് പറഞ്ഞു നിൽക്കുന്ന അലീനയാണ് കാണിക്കുന്നത്. അലീന അത്ര കരഞ്ഞുകൊണ്ടൊന്നുമല്ല, ഇത്തിരി ദേഷ്യത്തോടെ നല്ല ഉറച്ച സ്വരത്തിൽ തന്നെയാണ് പറയുന്നത്. അലീന തന്നെ പറയണം രോഹിതിനോട് നിൻ്റെ അമ്മയാണ് എന്നെ പ്രസവിച്ചത് എന്ന്. എന്നാൽ കുറച്ചൊരു ഗുമ്മ വരുള്ളൂ, അവിടുന്ന് ഇവിടുന്ന് കേട്ട് അവരറിയുന്നേക്കാൾ നല്ലതാണല്ലോ അലീനയുടെ വായിന്ന് തന്നെ കേൾക്കുന്നത്. എന്തായാലും അങ്ങനെ സംഭവിക്കുമെന്നറിയില്ല. അങ്ങനെ അത്രയും പറഞ്ഞു നിൽക്കുന്ന അലീനയും കാണിക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് അത് നാളത്തെ എപ്പിസോഡിൽ അറിയാം.